എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇലക്ട്രിക്കൽ കേബിൾ സ്റ്റോക്കുകളിലുണ്ടായ കൂട്ടത്തകർച്ചയുടെ കാരണങ്ങളാണ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി FMEG കമ്പനികളിൽ ശക്തമായ ഡിമാൻഡാണ് നിലനിന്നിരുന്നത്. നഗരവൽക്കരണം, വൈദ്യുതീകരണം കൂടാതെ സർക്കാർ സംരംഭങ്ങൾ എന്നിവയിൽ നിന്ന് പ്രയോജനം നേടുന്ന ഈ മേഖലയെ സ്ഥിരതയുള്ള പ്രകടനമായാണ് നിക്ഷേപകർ കാണുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയുണ്ടായ തകർച്ചയിൽ പോളിക്യാപ്, KEI ഇൻഡസ്ട്രീസ്, ഹേവൽസ് ഇന്ത്യ, RR കേബിൾ തുടങ്ങിയ ഓഹരികൾ 20% കൂടുതൽ ഇടിഞ്ഞ് ലോവർ സർക്യൂട്ടിലെത്തി. ഈ കുത്തനെയുള്ള ഇടിവ് വിപണിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം മനസ്സിലാക്കാൻ നിക്ഷേപകർ നെട്ടോട്ടമോടുകയാണ്. കേബിൾ സ്റ്റോക്കുകളിലെ ഈ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ നോക്കാം. ഇന്ത്യയിലെ സിമന്റ് വിപണിയിലെ പ്രബല ശക്തിയായ അൾട്രാടെക് സിമന്റ് വയറുകളുടെയും കേബിളുകളുടെയും നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന വാർത്തയാണ് FMEG സ്റ്റോക്കുകളുടെ കൂട്ടത്തകർച്ചയ്ക്ക് വഴിവെച്ചത്. ഈ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനായി അൾട്രാടെക് 18 ബില്യൺ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 2026 ഡിസംബറോടെ പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സിമന്റ് ഉൽപാദകരിൽ നിന്ന് മൾട്ടി സെഗ്മെന്റ് കൺസ്ട്രക്ഷൻ സൊല്യൂഷൻസ് പ്രൊവൈഡറിലേക്കുള്ള അൾട്രാടെക്കിന്റെ മാറ്റമാണ് ഇതിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നത്. പരമ്പരാഗതമായി ചില സ്ഥാപിത കമ്പനികൾ ആധിപത്യം പുലർത്തിയിരുന്ന കേബിൾ വയർ വ്യവസായത്തിൽ അൾട്രാടെക്കിന്റെ ഈ നീക്കം ശക്തമായ മത്സരത്തിന് അടിത്തറപാകും. കാരണം ശക്തമായ സാമ്പത്തിക സ്രോതസ്സുകളുടെയും വിപുലമായ വിതരണ ശൃംഖലകളുടെയും പിന്തുണയുള്ള അൾട്രാടെക്കിന്റെ എൻട്രി മറ്റ് കമ്പനികൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിയേക്കാം. അൾട്രാടെക് അതിന്റെ പരിചയ സമ്പത്ത്, ശക്തമായ വിതരണ ശൃംഖല, കാര്യക്ഷമത, ബ്രാൻഡ് കരുത്ത് എന്നിവയുടെ പിൻബലത്തോടെ വിപണിയിൽ സ്വാധീനം ചെലുത്തുമെന്നതിനാൽ ഇത് ഈ വ്യവസായത്തിലെ മത്സരം കടുപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. അൾട്രാടെക്കിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് അസംസ്കൃത വസ്തുക്കൾ മത്സരാധിഷ്ഠിത വിപണിയിൽ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാനുള്ള അതിന്റെ കഴിവാണ്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഭാഗമായ കമ്പനിക്ക് അതിന്റെ സഹോദര കമ്പനിയായ ഹിൻഡാൽകോയിൽ നിന്ന് കോപ്പർ, അലുമിനിയം തുടങ്ങിയ കേബിളുകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ കുറഞ്ഞ ചിലവിൽ ആക്സസ് ചെയ്യാൻ കഴിയും. ഇത് അൾട്രാടെക്കിന് ഈ മേഖലയിൽ നിലവിലുള്ള മറ്റു കമ്പനികളെ അപേക്ഷിച്ച് മുൻതൂക്കം നൽകുന്നു. മറ്റു കമ്പനികൾ ബാഹ്യ വിതരണക്കാരെ ആശ്രയിക്കുകയും ആഗോള മെറ്റൽ വിപണികളിലെ വില വ്യതിയാനങ്ങൾക്ക് ഇരയാവുകയും ചെയ്യുന്നു. കുറഞ്ഞ ചിലവിൽ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുമെന്നതിനാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുന്നതോടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ വില കുറച്ച് വിൽക്കാൻ അൾട്രാടെക്കിനെ പ്രാപ്തമാക്കും. ഇത് നിലവിലുള്ള മറ്റു കമ്പനികളുടെ ലാഭവിഹിതത്തിൽ സമ്മർദ്ദം ചെലുത്തും. കാരണം അൾട്രാടെക് അവരുടെ പ്രൊഡക്റ്റുകൾക്ക് വില കുറയ്ക്കുമ്പോൾ മറ്റു കമ്പനികൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് സ്വാഭാവികമായും വില കുറയ്ക്കേണ്ടി വരുന്നു. ഇത് ആ കമ്പനികളുടെ മാർജിനെ ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഈ മേഖലയിൽ അൾട്രാടെക്കിന് മുൻതൂക്കം നൽകുന്ന മറ്റൊരു കാര്യം വിപണിയിലേക്കുള്ള കടന്നുകയറ്റമാണ്. സിമന്റ് ബിസിനസ്സിൽ നിർണായക സ്ഥാനമുള്ള കമ്പനിയുടെ വിശാലമായ ഡീലർ ഡിസ്ട്രിബ്യൂട്ടർ ശൃംഖല വയറുകളുടെയും കേബിളുകളുടെയും വിഭാഗത്തിൽ അതിന്റെ വിപണിയിലേക്കുള്ള കടന്നുകയറ്റവും എളുപ്പമാക്കും. ഇന്ത്യയിലുടനീളം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അൾട്രാടെക്കിന് ശക്തമായ സാന്നിധ്യമുള്ളതിനാൽ കമ്പനിക്ക് അതിന്റെ പുതിയ ഓഫറുകൾ നിലവിലുള്ള സെയിൽസ് ചാനലുകളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയും. ഇത് വിതരണത്തിലെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനും അതുവഴി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ റീച്ച് ലഭിക്കാനും സാധ്യതയുണ്ട്. ഈ വിപണിയിലേക്കുള്ള അൾട്രാടെക്കിന്റെ തന്ത്രപരമായ കടന്നുകയറ്റം മുൻനിര കേബിൾ നിർമ്മാതാക്കളുടെ ഓഹരി വിലയിൽ കുത്തനെയുള്ള ഇടിവിന് കാരണമായി. ഇത് ഈ മേഖലയിൽ വരാൻ പോകുന്ന വർദ്ധിച്ച മത്സരത്തെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്കകളെയാണ് വ്യക്തമാക്കുന്നത്. ഈ മേഖലയിലേക്കുള്ള അൾട്രാടെക്കിന്റെ പ്രവേശനം ഈ സെക്ടറിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. പുതിയതും പ്രമുഖവുമായ കമ്പനികളുടെ രംഗപ്രവേശം ഈ മേഖലയിലെ മറ്റു കമ്പനികളുടെ വിപണി വിഹിതം ഛിന്നഭിന്നമാക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള കമ്പനികൾക്ക് ശക്തമായ ബ്രാൻഡിന്റെ പിൻബലവും ക്ലയൻസുകൾക്കിടയിലെ വിശ്വസ്തതയും ഉണ്ടെങ്കിലും അൾട്രാടെക്കിന്റെ സാമ്പത്തിക ശക്തിയും തന്ത്രപരമായ ബിസിനസ് വൈദഗ്ധ്യവും എല്ലാറ്റിനുമുപരി ആദിത്യ ബിർള എന്ന കോർപ്പറേറ്റ് ഭീമന്റെ പിൻബലവും കൂടിയാകുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ മറ്റു കമ്പനികൾക്ക് ഇത് ശക്തമായ വെല്ലുവിളി ഉയർത്തിയേക്കാം. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത ഏഷ്യൻ പെയിന്റ്സ് എന്ന പെയിന്റ് സെക്ടറിലെ എക്കാലത്തെയും വലിയ കമ്പനി ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയും വിപണിയിലെ ഈ കടുത്ത മത്സരമാണ് എന്നതുകൂടി കൂട്ടിച്ചേർത്ത് വിലയിരുത്തിയാൽ മനസ്സിലാകും ഈ സെക്ടറിലും വരാൻ പോകുന്ന കടുത്ത മത്സരത്തെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്കയുടെ പ്രധാന കാരണം. ഈ സെക്ടറിന്റെ ഭാവി വളർച്ചാ സാധ്യതകൾ കൂടി പരിശോധിക്കാം.
ഇൻഫ്രാസ്ട്രക്ചർ വികസനം, നഗരവൽക്കരണം, വൈദ്യുതീകരണം തുടങ്ങിയ മേഖലകളിലെ ദ്രുതഗതിയിലുള്ള വളർച്ച ഇലക്ട്രിക് കേബിളുകളുടെയും മറ്റ് ഇലക്ട്രിക് വയറുകളുടെയും ഡിമാൻഡിൽ വൻ വർധന സൃഷ്ടിച്ചേക്കാം. 2023 സാമ്പത്തിക വർഷത്തിൽ 1.8 ട്രില്യൺ രൂപ മൂല്യമുള്ള ഈ മേഖല 2023-2027 സാമ്പത്തിക വർഷങ്ങൾക്കിടയിൽ 12 മുതൽ 14% സംയുക്ത വാർഷിക വളർച്ചാ നിരക്കിൽ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനോടൊപ്പം ആധുനിക വൈദ്യുത സംവിധാനങ്ങൾ, സ്മാർട്ട് ഗ്രിഡുകൾ, റിന്യൂവബിൾ എനർജി സ്രോതസ്സുകൾ എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകത ഉയർന്ന നിലവാരമുള്ള കേബിളുകളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. അസംഘടിത വിപണി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ലോക്കൽ ബ്രാൻഡുകൾ കടുത്ത മത്സരം ഉയർത്തുന്നുണ്ടെങ്കിലും ഉയർന്ന പ്രൊജക്റ്റുകൾക്കും മറ്റും ഉൽപ്പന്ന ഗുണനിലവാരവും റെഗുലേറ്ററി മാനദണ്ഡങ്ങളും കർശനമാണ് എന്നതിനാൽ ബ്രാൻഡഡ് കേബിളുകളുടെ ഭാവി സുരക്ഷിതമാണ്. ഇത് ഈ മേഖലയിലെ പ്രമുഖ കമ്പനികൾക്ക് ഗുണകരമാണ്. കൂടാതെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവുകൾ അഥവാ PLI സ്കീമുകൾ, മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാർ നടപടികൾ ഈ മേഖലയ്ക്ക് ശക്തി പകരും. ഈ മേഖലയിൽ വരാൻ പോകുന്ന സാങ്കേതിക മുന്നേറ്റമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറന്റ്, ആഴക്കടലിൽ ഉപയോഗിക്കുന്ന കേബിളുകൾ എന്നിവയിലെ അവസരങ്ങൾ പരമാവധി മുതലെടുക്കാൻ കമ്പനികൾ സജീവമായി പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം EV ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന പ്രത്യേക കേബിളുകളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ പ്രധാന കയറ്റുമതി വിപണികൾക്കൊപ്പം ഉയർന്ന നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ കേബിളുകൾക്കുള്ള ആഗോള ആവശ്യം ഇന്ത്യൻ ഇലക്ട്രിക് കേബിൾ നിർമ്മാതാക്കൾക്ക് വൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ മേഖലയിൽ വരാൻ പോകുന്നത് വൻ വളർച്ചയാണെങ്കിലും ഇതിൽ നിന്നും ഏതെല്ലാം കമ്പനികൾ പ്രയോജനം നേടുമെന്ന് കാത്തിരുന്നു കാണേണ്ടി വരും. മികച്ച സാമ്പത്തിക അടിത്തറയും പ്രവർത്തനപരവുമായ കഴിവുകളുള്ള കമ്പനികൾ നേട്ടമുണ്ടാക്കുമെങ്കിലും അവ ഏതെല്ലാമാണെന്ന് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ്. ഇനി ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്ന ഈ ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപകരോട് പറയാനുള്ളത്, നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ഓഹരികൾ ഇപ്പോഴും മികച്ചതാണെന്ന് ഓർക്കേണ്ടതാണ്. 2026 വരാൻ പോകുന്ന അൾട്രാടെക്കിന്റെ വിപണി പ്രവേശനത്തെ തുടർന്നുള്ള വാർത്തയാണ് ഈ ഇടിവിന് കാരണം എന്നും മനസ്സിലാക്കുക. ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കാതെ കൈവശമുള്ള കമ്പനികളുടെ വരാൻ പോകുന്ന സാമ്പത്തിക ഫലങ്ങളും അവയുടെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളും കോർപ്പറേറ്റ് ഭരണം പോലുള്ള മറ്റു കാര്യങ്ങളും വിശദമായി ട്രാക്ക് ചെയ്യുകയും നിക്ഷേപത്തിൽ തുടരുകയും ചെയ്യുന്നതാണ് ഉചിതം എന്നാണ് അഭിപ്രായം. പണ്ട് ഹാർലെ ഡേവിഡ്സൺ ഹീറോ മോട്ടോഴ്സുമായി ചേർന്ന് ബൈക്കുകൾ ഇറക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ ഏഷ്യ മോട്ടോഴ്സിന്റെ ഓഹരി തകർന്നതും ED റെയ്ഡ് എന്ന് കേട്ടപ്പോൾ പോളിക്യാപ് തകർന്ന് തരിപ്പണമായതും പിന്നീട് ഈ ഓഹരികൾ കുതിച്ചു കയറിയതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ദയവായി ഇതൊരു അഭിപ്രായം മാത്രമായി കണക്കാക്കുക. അവസാന തീരുമാനം നിങ്ങൾ നിക്ഷേപകരുടേതാണെന്ന് എന്നത്തെയും പോലെ ഇന്നും ഓർമ്മിപ്പിക്കട്ടെ. അടുത്ത വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദയവായി മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി.